പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലളിതാ സഹസ്രനാമത്തിലെ 4ാമത്തെ വന്ദന ശ്ലോകം ഇന്ന് പരിചയപ്പെടാം. ഇത് മോക്ഷപ്രാധാന്യമുള്ള വന്ദന ശ്ലോകമാണ്. ശ്ലോകം ഇപ്രകാരമാണ്: അരുണാം കരുണാതരംഗിതാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണചാഭാ അണിമാധിഭിരാവൃതാ മയൂഖൈരഹമിത്യേവ വിഭാവയേ മഹേശി. അരുണാം കരുണാതരംഗിതാക്ഷി. അരുണം എന്നാൽ ചുവപ്പ്, കരുണാം എന്നാൽ കാരുണ്യമുള്ള, തരംഗിതാക്ഷി ഇളക്കമുള്ള അല്ലെങ്കിൽ തരംഗമാകുന്ന, അക്ഷി കണ്ണ്, അതായത് ചുവന്ന നിറമുള്ള ദേവി. മാത്രമല്ല എപ്പോഴും ചഞ്ചലമായിരിക്കുന്ന കണ്ണുകളോടുകൂടി, ആ കണ്ണിൽ കാരുണ്യമാണുള്ളത്. അങ്ങനെയുള്ള ദേവി ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം. ധൃതം എന്നാൽ ധരിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ദേവി ധരിച്ചത്? പാശാങ്കുശ പുഷ്പബാണചാപം. പാശം കയർ, അങ്കുശം തോട്ടി, പുഷ്പബാണം പൂക്കളാകുന്ന അസ്ത്രം, ചാപം കരിമ്പിൻ വില്ലാകുന്ന വില്ല്. ഇത് ധരിച്ച ദേവിയാണുള്ളത്. അതായത് ദേവിയുടെ ശരീരം ചുവന്ന നിറത്തോട് കൂടിയിട്ടാണ്. കരുണാമയിയായ കണ്ണുകൾ, ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളാണ് ദേവിക്കുള്ളത്. മാത്രമല്ല കയ്യില് കയറ്, തോട്ടി, പൂക്കളാകുന്ന അസ്ത്രം, കരിമ്പിന്റെ വില്ല്, ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. ഇനി അടുത്തത് പറയാണ്: അണിമാതി ബിരാവൃതാം മയൂഖൈരഹമിത്യേവ. അണി എന്നാൽ അഷ്ടൈശ്വര്യങ്ങളിൽ ഒന്നാണ് അണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണിമാതി ബിരാവൃതാം. ആവൃതം എന്നാൽ വലയം ചെയ്യപ്പെട്ടത്, അതായത് അഷ്ടൈശ്വര്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ട, അണി മുതലായ അഷ്ടൈശ്വര്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ട. മയൂഖൈരഹമിത്യേവ വിഭാവയേ മഹേശി. മയൂഖൈ എന്നാൽ രശ്മി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഹം ഞാൻ, ഇപ്രകാരം ഞാൻ വിഭാവനം ചെയ്തു കൊള്ളുകയാണ് ദേവിയെ, അതായത് ധ്യാനിച്ചു കൊള്ളുന്നു. ഈ രൂപത്തിലുള്ള ദേവിയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. എങ്ങനെയുള്ള ദേവിയാണ്? ചുവന്ന ശരീരത്തോടു കൂടിയ, തരംഗിതമായ കണ്ണുകളുള്ള, കൈകളിൽ പാശം, അങ്കുശം, പുഷ്പബാണം, കരിമ്പിൻ വില്ല് ഇതെല്ലാം ധരിച്ചിരിക്കുന്ന ദേവിയെ. മാത്രമല്ല ദേവിയുടെ ചുറ്റുമായിട്ടൊരു വലയമാണുള്ളത്. അഷ്ടൈശ്വര്യങ്ങൾ വലയം ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെയുള്ള അഷ്ടൈശ്വര്യങ്ങളാൽ വലയം ചെയ്ത് കിടക്കുന്ന ദേവി, അതായത് ദേവിയിൽ നിന്ന് അഷ്ടൈശ്വര്യങ്ങൾ പുറത്തേക്ക് ജ്വലിക്കുകയാണ്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ 4ാമത്തെ ഈ വന്ദന ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ എല്ലാവരും ഈ ശ്ലോകം ചൊല്ലി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ 4 വന്ദന ശ്ലോകമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 4 വന്ദന ശ്ലോകങ്ങളും കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിത്യേന ഇത് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുൻപായിട്ട് ദിവസവും ഈ വന്ദന ശ്ലോകങ്ങൾ ആദ്യം തന്നെ ചൊല്ലുക. 4 എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നെങ്കിലും ചൊല്ലണം. ഇനി അടുത്ത ക്ലാസ് മുതൽ ആണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ക്ലാസ് വരെ ഉള്ളത് നമ്മൾ വന്ദന ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇനി ലളിതാ സഹസ്രനാമത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. എല്ലാവർക്കും ദേവിയുടെ കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.